മാർക്സിസത്തിന് രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് തലങ്ങൾ. നമ്മുടെ അധ്യാപകർ, പഴയ കാലത്തുണ്ടായിരുന്ന അധ്യാപകരുടെ പ്രേതങ്ങൾ പോലുമല്ല അത്ര മോശമായി കഴിഞ്ഞു. കേരളത്തിൽ നിരവധി ആളുകൾ, അല്ലെങ്കിൽ വളരെയധികം ആളുകൾ ഈ ഫ്യൂഡൽ ജന്മിമാരുടെ മർദ്ദനത്തിന് വിധേയമായി. ഈ ആശയമാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മാർക്സിസ്റ്റുകൾ യഥാർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. വികസിതമായിട്ടുള്ള രാജ്യങ്ങൾക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാർക്സിസത്തെ മനസ്സിലാക്കാനുള്ളൊരു ഫിലോസഫിക്കൽ ഫ്രെയിംവർക്കാണ് ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അഥവാ ഡയലക്റ്റിക് മെറ്റീരിയലിസം. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കൊടി പിടിച്ച് നടക്കുന്ന പല സഖാക്കൾക്കും കുട്ടി സഖാക്കൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു തിയറി. ഇടയ്ക്കിടയ്ക്ക് ഗോവിന്ദ മാഷൊക്കെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്. പിന്നീട് ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിനെ കുറിച്ച് സംസാരിക്കുന്നവരൊക്കെ ട്രോൾ മെറ്റീരിയലായിട്ട് മാറി തീരാറുമുണ്ട്. വാസ്തവത്തിൽ പലർക്കും ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. യഥാർത്ഥത്തിൽ എന്താണ് ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം? മാർക്സിസത്തിൻ്റെ ബേസിക് ഫിലോസഫികളിൽ ഒന്നാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവും അതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്നവരെ ചരിത്രപരമായ ഭൗതികവാദം. വൈരുദ്ധ്യാത്മക ഭൗതികവാദം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചരിത്രപരമായ ഭൗതികവാദം. ഇതെല്ലാം പക്ഷേ സൈദ്ധാന്തികമായിട്ടുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നതും സൈദ്ധാന്തികമായതുമാണ്. പക്ഷേ മാർക്സിസത്തെ ഈ സൈദ്ധാന്തിക പാഠശാലകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് ഇവയല്ല. ശരിക്കും പറഞ്ഞു മാർക്സിസത്തിന് രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് തലങ്ങൾ. ഒന്ന് അത് തിയറട്ടിക്കലാണ്, രണ്ടാമത്തത് അതിൻ്റെ പ്രാക്സിയാണ്. പ്രാക്സി എന്ന് വെച്ചാൽ പ്രയോഗം, തിയറി എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം. ഈ സിദ്ധാന്തവും പ്രയോഗവും കൃത്യമായ രീതിയിൽ സമന്വയിച്ചാൽ മാത്രമാണ് മാർക്സിസം ഒരു സാമൂഹ്യ ശാസ്ത്രമെന്ന നിലക്കോ സാമൂഹ്യമായ ഒരു മാറ്റത്തിനുള്ള ഉപാധി എന്ന നിലക്കോ ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷെ അത് നമ്മളുടെ കൊടി പിടിക്കുന്നവർക്ക് അതറിയില്ല, കൊടി പിടിപ്പിക്കുന്നവർക്കും അറിയില്ല. അതാണ് ഇന്ന് മാർക്സിസത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു പരാജയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മാർക്സിസം കേരളത്തിലേക്ക് വരുമ്പോൾ അതിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്ത് മുഴുവനും അത് വലിയൊരു ആകർഷണീയമായിട്ടുള്ള മുദ്രാവാക്യമായി, സിദ്ധാന്തമായി സ്വീകരിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ, വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത് കടുത്ത ചൂഷണത്തിന് തൊഴിലാളി വർഗം വിധേയമാകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ആ ചൂഷണത്തെ മറികടക്കാനായിട്ടുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രം എന്ന നിലക്കോ രാഷ്ട്രീയ ശാസ്ത്രം എന്ന നിലക്കാണ് മാർക്സിസം പിന്നീട് ലോകം സ്വീകരിക്കുന്നത്. പക്ഷേ റഷ്യൻ വിപ്ലവം എല്ലാത്തിനും മാറ്റിമറിക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമുഖത്ത് ഒരു സ്വർഗം നിർമ്മിക്കാനായിട്ട് മനുഷ്യന് കഴിയും എന്ന് പറയുന്ന മെസ്സേജാണ് ആ വിപ്ലവം ലോകത്ത് പരത്തിയത്. അങ്ങനെയാണ് കേരളവും ഇന്ത്യയും ഒക്കെ ആവേശഭരിതരായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സമത്വം എന്നുള്ളതാണ് അതിൻ്റെ മഹത്തായിട്ടുള്ള ആശയം. സമത്വം, എല്ലാ മനുഷ്യരും തുല്യരായി ജീവിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ. പിന്നെ അതിൻ്റെ സൈദ്ധാന്തിക തലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ പോട്ടെ, എന്തുകൊണ്ട് ഈ കൊടി പിടിക്കുന്ന ഒരാൾ അതിനകത്ത് ആകർഷിക്കപ്പെടുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവ് ഇതാണ്: സമത്വപൂർണ്ണമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നമാണ് മാർക്സിസം എന്ന് പറയുന്നത്. അതൊരു ആഗ്രഹമാണ്, അത് ഒരു അഭിവാഞ്ഛയാണ്, അത് ഒരു സാധ്യതയാണ്. അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അന്നത്തെ മനുഷ്യർക്ക് ഭയങ്കര കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരായിരുന്നു. ഇപ്പോൾ ജന്മി കുടിയാൻ ബന്ധമൊക്കെ നിലനിന്നിരുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിൽ കേരളത്തിൽ നിരവധി ആളുകൾ, അല്ലെങ്കിൽ വളരെയധികം ആളുകൾ ഈ ഫ്യൂഡൽ ജന്മിമാരുടെ മർദ്ദനത്തിന് വിധേയമായി വളരെയധികം പീഡനം അനുഭവിച്ച് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് മാനവും മര്യാദയായിട്ട് ജീവിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ അതിനെ മറികടക്കാൻ, അതിനെ വെല്ലുവിളിക്കാൻ, അതിനെ ആക്രമിക്കാൻ യഥാർത്ഥത്തിൽ ഈ മാർക്സിസത്തിൻ്റെ പേരുള്ള സംഘടിത ശക്തിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആണ് പെട്ടെന്ന് ഒരുപാട് ആളുകൾ അതിനകത്തേക്ക് ആകർഷിക്കപ്പെടുന്നത്. അവരാരും പക്ഷേ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാർക്സിസത്തിൽ വന്നവരല്ല.
അന്നുള്ളവർക്ക് അത് മനസ്സിലായിട്ടില്ല, ഇന്നുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതൊരു തിയറിറ്റിക്കൽ പൊസിഷൻ. അത് എന്താണ് യഥാർത്ഥത്തിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്? ഇപ്പം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഭൗതികവാദം. ഭൗതികവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫിലോസഫിക്കലായിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള അതർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആത്മീയവാദം. അപ്പോൾ എന്താണ് ഭൗതികവാദവും ആത്മീയവാദവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കാൻ. ഭൗതികവാദികൾ പൊതുവെ വിശ്വസിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദു എന്നതാണ് ഭൗതിക വസ്തുവാണ് എന്നുള്ളതാണ്. മാറ്റർ, മെറ്റീരിയൽ എന്ന് പറയുന്നതിനാണ് പ്രാധാന്യം. നമ്മളൊരു മേശ എടുക്കുന്ന സമയത്ത് ആ മേശയ്ക്ക് ആശയമുണ്ട്. മേശ എന്ന് പറയുന്ന ഒരു വസ്തു നിലനിൽക്കുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റുകൾ പറയുന്നത് ഈ മേശ എന്ന് പറയുന്നത് രൂപപ്പെട്ടുള്ളത് മേശ എന്ന് പറയുന്ന ആശയത്തിൽ നിന്നില്ല, മേശ പോലെയുള്ളൊരു വസ്തുവിൽ നിന്ന് മേശ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുകയും ആ ആശയത്തെ പിന്നെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വസ്തുവിനാണ് പ്രാധാന്യം. ദ പ്രൈമറി എന്ന് പറയുന്നത് വസ്തുവാണ്, മാറ്ററാണ് എന്നുള്ളതാണ്. ഇപ്പം എനിക്കൊന്ന് 1800-കളിൽ ശരിക്കും ശാസ്ത്രലോകത്ത് ഈ ലോകത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറ്റിമറിക്കുന്ന ഒരു സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഓൾ മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് എന്നാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ്. ആ കണികകളെ നമ്മൾ ആറ്റം എന്ന് വിളിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി. അത് സൈദ്ധാന്തികമായിട്ട് സ്വീകരിക്കപ്പെടുമ്പോൾ ലോകം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് വസ്തുക്കളിൽ നിന്നാണ് എന്ന ഒരാശയം രൂപപ്പെടുകയും വസ്തുക്കളാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ അടിത്തറ എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ആശയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ യഥാർത്ഥത്തിൽ മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികൾ വാദിക്കുന്നത്. അതേസമയത്ത് ആത്മീയവാദികൾ അങ്ങനെയല്ല, ആശയമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. മേശയുടെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് നിങ്ങളൊരു മേശ ഉണ്ടാക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മെറ്റീരിയലിസ്റ്റ് ചോദിക്കും, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ മേശയുടെ ആശയം വരുന്നത്? മേശ പോലെയുള്ള ഒരു വസ്തുവിനെ കണ്ടിട്ടാണ് മേശയുടെ ഒരു ആശയം വരുന്നത്. നമ്മൾ ഇപ്പം മത്സ്യകന്യക എന്ന് പറയുന്ന ഒരു കന്യകയായ സ്ത്രീയെയും അതുപോലെ ഒരു മത്സ്യത്തെയും നമ്മൾ സങ്കല്പിക്കും. അതിൻ്റെ ഒരു സമന്വയമാണ് മത്സ്യകന്യക. മത്സ്യകന്യക പറയുന്ന ഒരു ആശയം അങ്ങനെ രണ്ട് വസ്തുക്കളിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്ന് ഭൗതികവാദികൾ പറയുന്നു. ആത്മീയവാദികൾ മറിച്ചാണ് പറയുന്നത്. എല്ലാ ആശയങ്ങളും ആദ്യം ഉണ്ടാകും, ആ ആശയങ്ങളിൽ നിന്നാണ് പിന്നീട് വസ്തുക്കൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. ഇതിൽ രണ്ട് ചിന്താധാരകളാണ്. അല്ല, ഇതിൽ അനിവാര്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺട്രഡിക്ഷനാണ്. വൈരുദ്ധ്യം വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളെ വൈരുദ്ധ്യത്തെ കുറിച്ച് പറയാം. ഇതല്ല, നമ്മളതിൻ്റെ പ്രൈമറി പറഞ്ഞു നിർത്തിയുള്ളൂ. അതായത് ഭൗതികവാദം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി. അങ്ങനെ ഭൗതികവാദം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നതിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് വസ്തുവിനകത്തും എന്തുണ്ടാവും? വൈരുദ്ധ്യങ്ങളുണ്ടാവും എന്ന് പറയും. ആ വൈരുദ്ധ്യങ്ങൾ പരസ്പരം ഇടപഴകി പുതിയ ആശയങ്ങളുണ്ടായി പുതിയ രീതിയിലേക്ക് ലോകം മുന്നോട്ട് പോവുകയാണ്. വൈരുദ്ധ്യങ്ങൾക്ക് അങ്ങനെ വൈരുദ്ധ്യങ്ങളായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. വൈരുദ്ധ്യങ്ങളെപ്പോഴും സംഘർഷഭരിതമായിരിക്കും, സംഘർഷാത്മകമായിരിക്കും. ആ സംഘർഷത്തിൽ നിന്ന് പുതിയ ആശയങ്ങളുണ്ടാകും. അങ്ങനെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് പറയണം. അതുകൊണ്ട് ഇതിൻ്റെ സിദ്ധാന്തം പറയുന്ന സമയത്ത് സംഘർഷം അനിവാര്യമാണെന്നാണോ? സംഘർഷമുണ്ട്, അനിവാര്യമാണെന്നുള്ളതല്ല. സംഘർഷമില്ലാതെ ഒന്നും നിലനിൽക്കുന്നില്ല. പരസ്പരമുള്ള ഈ സംഘർഷങ്ങളിൽ നിന്ന് സമന്വയങ്ങളുണ്ടാകും. അപ്പോൾ ഇവർ പറയുന്നത് ആദ്യത്തേത് തെസിസ് എന്ന് പറയുന്ന സാധനം, രണ്ടാമത്തത് ഒരു പ്രത്യേക ആശയം വരുന്നു. ആ ആശയത്തിനെതിരായിട്ടുള്ള ആശയം വരുന്ന സമയത്ത് നമ്മളതിനെ ആൻറ്റിതെസിസ് എന്ന് വിളിക്കും. തെസിസും ആൻറ്റിതെസിസും എന്താണ്? പരസ്പര വിരുദ്ധങ്ങളാണ്. അതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്ന സാധനം. ഈ തെസിസും ആൻറ്റിതെസിസും ചേർന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് സിന്തസിസ് ഉണ്ടാകും. എന്നുവെച്ചാൽ അത് രണ്ടും കൂടി അതിൻ്റെ നന്മകൾ കൂടി ചേർന്നിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പുതിയ സാധനം ഉണ്ടാകും. അതിനാണ് സിന്തസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡയലക്റ്റിക് മെറ്റീരിയലിസത്തിൻ്റെ അടിസ്ഥാനം ഈ 3 വാക്കുകളിൽ നമുക്ക് രേഖപ്പെടുത്താം. തെസിസ്, ആൻറ്റിതെസിസ്, സിന്തസിസ് എന്ന് പറയാം. അപ്പോൾ അത് ഇങ്ങനെയാണ്. അതായത് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു പ്രത്യേകമായിട്ടുള്ള ഭൗതിക വസ്തു നിൽക്കുകയും അതിൻ്റെ സംഘർഷാത്മകമായിട്ടുള്ള അവസ്ഥ രൂപപ്പെടുകയും പരസ്പരം സംഘർഷത്തിലേർപ്പെടുകയും അതിൽ നിന്ന് പുതിയ വസ്തു ഉണ്ടാകുകയും ചെയ്യും. ഈ പുതിയ വസ്തു എന്ന് പറയുന്നതാണ് ഓരോ കാലത്തും ഇങ്ങനെ പുതുതായിട്ട് രൂപപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന
ഒരു പ്രക്രിയയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ശാസ്ത്ര കാഴ്ചപ്പാടായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാം. ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് അവർ തന്നെയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു തേങ്ങയെ നിഷേധിച്ചുകൊണ്ടാണ് അതിനെ നിഷേധിക്കുക എന്ന് വെച്ചാൽ അതിനെ നെഗേറ്റ് ചെയ്യുക. അതിനെ നെഗേറ്റ് ചെയ്തിട്ടാണ് തേങ്ങ മുളച്ച ഒരു തൈ ഉണ്ടാകും, തെങ്ങിൻ തൈ ഉണ്ട്. അതിങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞ് തെങ്ങായി കഴിയുമ്പോൾ അതിൽ നിന്ന് വീണ്ടും തേങ്ങ ഉണ്ടാവും. അപ്പോൾ തെങ്ങിൻ തൈയിനെ തന്നെ നിഷേധിച്ചിട്ടാണ്, അല്ലെങ്കിൽ തെങ്ങിനെ നിഷേധിച്ചിട്ടാണ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, തേങ്ങ ഉണ്ടാവുന്നത്. അപ്പം നേരത്തെയും ഇതുപോലെ തന്നെ തെങ്ങിൻ തൈയിൽ നിന്ന് തേങ്ങ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുന്ന ആ പുതിയ തേങ്ങയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, മുളച്ച് പുതിയ തൈയായി വരികയും പുതിയ തെങ്ങായി വരികയും പുതിയ നാളികേരമായി മാറുകയും ചെയ്യും. ഈ പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുതുതായി ഉണ്ടാകുന്ന നാളികേരം എന്ന് പറയുന്നത് കൂടുതൽ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമ്മളത് പ്രായോഗികമായിട്ട് പരിശോധിക്കുമ്പോൾ എല്ലാം മെച്ചപ്പെട്ടതാകണമെന്നില്ല, മെച്ചപ്പെട്ടതാകുന്നതും ആകാം. രണ്ട് സാധ്യതകൾ അതിനകത്തുണ്ട്. പക്ഷെ നമ്മളുടെ തിരഞ്ഞെടുപ്പ് അവിടെ പ്രസക്തമായി തീരുകയാണ്, മെച്ചപ്പെട്ടതിനെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ള. ഇത് മാർക്സിസം, ഇന്നത്തെ മാർക്സിസം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ട്. കാരണം ഒരു സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന സംഘർഷത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന പുതിയ ആശയങ്ങളെ, അതിൽ നല്ലതും ചീത്തയുണ്ടാവും, ആ നല്ല ആശയങ്ങളെ സ്വീകരിച്ചാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, സമൂഹം മുന്നോട്ട് പോകേണ്ടത്. പലപ്പോഴും നല്ല ആശയങ്ങൾ മാത്രം സ്വീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകാറില്ല, ചീത്ത ആശയങ്ങൾ എന്ത് ചെയ്യും, സ്വീകരിക്കപ്പെടാറ്. ഇപ്പോൾ കുറച്ചും കൂടി നല്ല രസമായിട്ട് ഇതിനെ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വൈറ്റ് ലഗൂൺ കോഴികൾ എന്ന് പറയുന്നത് നേരത്തെ വളരെ നന്നായിട്ട് പരിചയമുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ അങ്ങനെ പരിചയമുണ്ടോ സംശയമാണ് എനിക്കാണ്. കാരണം ഈ കോഴിക്കൃഷി ഒക്കെ എന്ന് പറയുന്നത് ഓരോ വീടുകളിൽ നിന്നും അത് കോർപ്പറേറ്റുകളുടെ ഇതിലേക്ക് മാറി. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് തന്നെ പറയാൻ പാടില്ല കോഴികൾ എന്താണെന്ന് പറയും. കോഴികളെ കാണാത്ത കുട്ടികളെ വരെ നമുക്ക് കാണാം. നേരത്തെ അങ്ങനെയല്ല, ഏതാണ്ട് എല്ലാ വീടുകളും കോഴികളുണ്ട്. അപ്പോൾ കോഴികളുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവയ്ക്ക് കോഴി വസന്ത പിടിക്കുന്നു. അവ കോഴി വസന്ത പിടിച്ച് തൂങ്ങിച്ചാവും, എന്ന് വെച്ചാൽ അത് മരിക്കുക, അങ്ങനെയാണ് മരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ച സമയത്ത് എന്ത് വേണം, ഇതെങ്ങനെ ഇല്ലാതാക്കാനായിട്ട് പറ്റും എന്ന് അവർ പരിശോധിക്കുകയാണ് ചെയ്യും. അപ്പോൾ സാധാരണ അവരിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് കാണാൻ കഴിയും നാടൻ കോഴികൾ, അതിന് കോഴി വസന്ത വളരെ കുറച്ചേ വരാറുള്ളൂ, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി അതിന് വളരെ കൂടുതലാണ്. നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള കോഴികൾക്ക് വേണ്ടി നടക്കുമ്പോഴാണ് നമ്മൾ ഈ വൈറ്റ് ലഗൂൺ കോഴികളെ കണ്ടുപിടിച്ചത്. എല്ലാ ദിവസവും മുട്ടയിടുന്ന കോഴിയാണ്. പക്ഷേ ആ കോഴികൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കോഴി വസന്ത പിടിക്കും. എല്ലാ ദിവസവും മുട്ടയിടുന്ന കോഴികളാണ്, പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യും, കോഴി വസന്ത പിടിച്ച് ചത്തുപോകുന്ന കോഴിയും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ആലോചിച്ചെന്താണെന്ന് വെച്ചാൽ, നാടൻ കോഴികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ദോഷം എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരു മുട്ടയൊക്കെ ഇട്ട് കൊടുക്കും. മുട്ടയിടാൻ കൊള്ളാവുന്നതല്ല, പക്ഷേ രോഗപ്രതിരോധ ശേഷിയല്ല. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ആലോചിച്ചെന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് രണ്ട് ആശയങ്ങൾ. ഒന്ന്, എല്ലാ ദിവസവും മുട്ടയിടുന്ന ഒരു കോഴി, അത് വൈറ്റ് ലഗൂൺ കോഴി, എല്ലാ രോഗത്തിനും പ്രതിരോധിക്കാൻ കഴിയുന്നതായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി. ഇത് രണ്ടിനെയും കൂടി ഒന്ന് സമന്വയിപ്പിച്ചാൽ അതിൻ്റെ ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കാം. ആ ഹൈബ്രിഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം എന്താണ്, എല്ലാ ദിവസവും മുട്ടയിടുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ള കോഴി ഉണ്ടാകും. ഇതാണ് ഒരു കോഴി കർഷകന് ആവശ്യമുള്ളത്. കോഴി കർഷകൻ്റെ ക്വസ്റ്റ്യൻ ഉടനെ വരും, എന്താണത്, ഇതിന് പകരം ഒട്ടും രോഗപ്രതിരോധ ശേഷിയില്ലാത്തതും മുട്ടയിടാത്തതുമായിട്ടുള്ള ഒരു കോഴി ഉണ്ടായിക്കൂടെ? കാരണം മറ്റു രണ്ട് സംഘർഷ ബിന്ദുകൾ ചേരും. അപ്പോഴാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിഷയം പറയുന്നത്. ശരി, അങ്ങനെ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം, രോഗം വരാത്ത രോഗപ്രതിരോധ ശേഷിയുള്ള എല്ലാ ദിവസവും മുട്ടയിടുന്നതായിട്ടുള്ള കോഴികളെ സെലക്ട് ചെയ്യണം. ഈ ആശയമാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മാർക്സിസ്റ്റുകൾ യഥാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രായോഗികമായി ഈ മാർക്സിസ്റ്റ് ചിന്തയെ അവർ സ്വാംശീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള. അതങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും അതിൻ്റെ യുക്തി ആ രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്താൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് സ്വീകാര്യമായ ഒരു കാര്യമാണ്. ഒരു വിഷയത്തിലാണിത്. പല മേഖലകളിലും പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രയോഗിക്കാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ ചിന്തിപ്പിക്കുന്ന, പ്രയോഗിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇപ്പോൾ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഗോവിന്ദ മാസ്റ്ററൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്നത്. കാരണം അദ്ദേഹം ആ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. ചുമ്മാ അതൊക്കെ പറയും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഒന്നും വെച്ചിട്ടല്ല ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം
ഒരു വലിയ കടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കടലിലെ ഏഹ്, കാറ്റിനനുസരിച്ചിട്ട് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്ന തിരമാലകളാണോ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം? അല്ല, അത് നമ്മളിപ്പോൾ പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തിരമാലകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് എങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് പലതിലും ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പം ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരിക്കലും ഉം. സാധ്യമായി പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നുള്ളത്. അത് ശരിയല്ല. ഇന്ത്യയിൽ നിന്നല്ലേ ലോകത്ത് എവിടെയും നമുക്ക് പ്രയോഗിക്കാനായിട്ട് കഴിയും. അതൊരു ശാസ്ത്ര ചിന്തയാണല്ലോ ശരിക്കും. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റാണ് ശരിക്കും. ഉം. ആ സയൻറ്റിഫിക് കൺസെപ്റ്റാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രയോഗിക്കപ്പെടുന്നത്. ഉം. രണ്ട് വസ്തുക്കൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ആ സംഘർഷത്തിൽ നിന്ന് ഒരു സമന്വയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉം. ആ സമന്വയം എന്ന് പറയുന്നത് ചീത്തയും നല്ലതുമാകാം. നമ്മളുടെ ജോലി അതിൽ നല്ലതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതെവിടെയും നമുക്ക് പ്രയോഗിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അത് അല്ലാണ്ട് അത് മാർക്സിസ്റ്റുകൾക്ക് മാത്രം പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അല്ല, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഈസ് എ സയൻറ്റിഫിക് കൺസെപ്റ്റ്. അത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. മാർക്സിസം അത് എന്താണ് സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മാർക്സിസത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളല്ല. ഇതിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘർഷത്തിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ സംഘർഷം കൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്? സംഘർഷം കൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം പറയുന്നു, ഉം. ആ കാര്യത്തിനെതിരായിട്ടൊരു കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ തമ്മിൽ വിയോജിപ്പുണ്ട്. ഉം. വിയോജിപ്പ് എന്ന് പറയുന്നതാണ് സംഘർഷം എന്ന് പറയുന്നത്. രണ്ട് ഞാൻ ആശയങ്ങൾ ഗൗതമനോട് തമ്മിലുള്ള പറയും, വിയോജിപ്പ്. ഗൗതം നമുക്ക് തെക്കോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വടക്കോട്ട് പോവാം. ഉം. അപ്പോൾ രണ്ട് അഭിപ്രായമായി, ഉം. രണ്ട് ദിശയിലേക്കുള്ള സഞ്ചാരമായി. അത് സംഘർഷമാണ്. ഉം. അതല്ലേ ഗൗതമനോട് പറയണം തെക്കോട്ട് പോവാം, ശരി നമുക്ക് തെക്കോട്ട് വന്നാൽ നമ്മളങ്ങ് തെക്കോട്ട് പോകുന്നു. സംഘർഷമില്ല അവിടെ. ഉം. സംഘർഷം ഉണ്ടാകുന്ന ഒരു ആശയം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിനെതിരെ മറ്റൊരാശയം വരുന്ന സമയത്താണ് സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഘർഷമാണ് പുതിയൊരാശയത്തെ നിർമ്മിക്കുന്നത്. മനസ്സിലാകുന്നത്? ആ പുതിയ ആശയത്തെ നിർമ്മിക്കുന്നത് ചിലപ്പോൾ നല്ലതാവും ചിലപ്പോൾ ചീത്തയാവുമെന്നാണ് മറ്റുദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ഉം. അതിൽ നല്ലത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വിവേചന ബുദ്ധി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ലതിലേക്ക് നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ചീത്തയിലേക്ക് പോകും. ഇത് നമ്മുടെ സമൂഹത്തിൽ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ പലപ്പോഴും പ്രവർത്തിക്കുന്നത് ചീത്തയിലേക്കുള്ള യാത്രകളാണ് എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇന്നത്തെ അത്രമാത്രം മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ മാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും, നമ്മുടെ അധ്യാപകർ, പഴയ കാലത്തുണ്ടായിരുന്ന അധ്യാപകരുടെ പ്രേതങ്ങൾ പോലുമല്ല അത്ര മോശമായി കഴിഞ്ഞിരിക്കും. രാഷ്ട്രീയ നേതാക്കൾ പഴയ കാലത്തുണ്ടായതിനേക്കാൾ വളരെ പൊള്ളയായ സ്വരൂപങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നല്ല ശാസ്ത്രജ്ഞന്മാരെ കിട്ടുന്നില്ല, നമുക്ക് സാമൂഹ്യ പ്രവർത്തകരെ കിട്ടുന്നില്ല, അതേപോലെ തന്നെ മത സാമുദായിക നേതാക്കളെ പോലും നമുക്ക് നല്ലത് കിട്ടുന്നില്ല. അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ സംഘർഷഭരിതമായിട്ടുള്ള ലോകത്തു നിന്ന് രൂപപ്പെടുന്ന മോശമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട്. ഒരു റിയാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും ഉണ്ടാകും. ചിലപ്പോൾ മൈനർ പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, മേജർ പ്രൊഡക്റ്റ് ചീത്തയായിരിക്കും. അപ്പോൾ പൊതുവേ ഉണ്ടാകുന്ന ഉൽപ്പാദനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ചീത്തയായിരിക്കും. അത് നിങ്ങൾ ഓരോ കാര്യങ്ങളിലും ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് പ്രയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതിൽ നല്ലയും ചീത്തയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ ചീത്ത തിരഞ്ഞെടുത്ത് പോകുന്ന സമൂഹം, അതിൻ്റെ പേരിൽ ഈ സമൂഹം തന്നെ മൊത്തമായിട്ട് ചീത്തയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ നമുക്കിത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ സമ്മർദ്ദത്തിലാകുന്ന അവസ്ഥകളുണ്ടാകും. ഇപ്പം കഴിഞ്ഞ 10 വർഷത്തെ ഈ LDFൻ്റെ ഭരണത്തിൽ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ സമരങ്ങൾ നയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ പല ചീത്തയായിട്ടുള്ള നയങ്ങൾക്കെതിരെ എന്ത് പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. അടിമകളെ പോലെ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പറയുന്നൊരു സംഗതി വിമർശനാത്മകമായിട്ട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സംഘർഷം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടില്ലല്ലോ. അല്ല, അവിടെ സംഘർഷം രൂപപ്പെടുകയും ആ സംഘർഷം തിരിച്ചറിഞ്ഞ് സംഘർഷത്തിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരമായിട്ട് നിലവിലുള്ള ഭരണ സംവിധാനത്തെ സഹായിക്കുന്നതിന് അതിൻ്റെ ഭാഗമായിട്ട് ഈ ചീത്തക്കാര്യങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ SFI, DYFI, അതേപോലെ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള
മഹിളാ അസോസിയേഷനുകൾ, തൊഴിലാളി സംഘടനകൾ, കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, മണൽ ഭാര തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, ചുമട്ടുതൊഴിലാളികളെ അടക്കം പരിശോധിക്കുന്ന സമയത്ത് അവരൊക്കെ ഈ മാർക്സിസ്റ്റ് ഭരണകൂടത്തിനകത്ത് അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്നത് എന്താണ്? അവരനുഭവിക്കുന്നത് അവർക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരവസ്ഥയാണ്. അതൊരു തരം അടിമ മനസ്ഥിതിയുടെ അവസ്ഥ തന്നെയാണ്. ശരി എന്താണെന്ന് അവർക്കറിയാം, പക്ഷേ അത് ചെയ്യാനായിട്ട് കഴിയില്ല. കഴിയാതെ പോകുന്നതെന്ന് വെച്ചാൽ അവർ തെറ്റിദ്ധരിക്കുന്നു ഈ ഭരണകൂടം തങ്ങളുടെ ഭരണകൂടമാണെന്നും ഈ ഭരണകൂടത്തെ സംരക്ഷിക്കേണ്ട ജോലി തങ്ങളുടേതാണ് എന്നും. അതല്ല ശരി. ഭരണകൂടം മാത്രമാണ്. അത് നമ്മളുടെ ഭരണകൂടമെന്നോ മറ്റുള്ളവരുടെ ഭരണകൂടം എന്ന് പറയുന്നത് ഒന്നില്ല. നമ്മളൊരു വർഗ സമൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ വർഗ സമൂഹത്തിൻ്റെ ഒരു ഭരണകൂടം വന്നാൽ ആ ഭരണകൂടത്തിന് ആ വർഗത്തിൻ്റെ സ്വഭാവം ഉണ്ടാകും. ആ ഭരണകൂടത്തെ സംരക്ഷിക്കേണ്ട ചുമതല വർഗത്തിനായിരിക്കുകയും ചെയ്യും. അതൊരിക്കലും ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ള ഭരണകൂടം എന്ന് പറയുന്നത് നിലവിലുള്ള വ്യവസ്ഥയുടെ ഭരണകൂടം. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് ബൂർഷ്വാ സംവിധാനത്തിൻ്റെ വ്യവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഓരോ തൊഴിലാളിയും, ഓരോ വിദ്യാർത്ഥിയും, ഓരോ സ്ത്രീയും ആ ഭരണകൂടത്തിനോട് സമരം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ ബാധ്യതയും ഉത്തരവാദിത്വവും അവർ നിറവേറ്റത്തിൻ്റെ ഫലമായിട്ടാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് അവർ അടിമയാക്കപ്പെടുകയും ചെയ്യുന്നത്. സംഘർഷങ്ങൾ തിരിച്ചറിയാൻ പോലും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ സംഘർഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിനെ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കേരള മോഡൽ എന്ന് പറയുന്നതിനെ അത് സമ്പൂർണ്ണ സാക്ഷരത, അതേപോലെ ഒരു വെൽഫെയർ സ്റ്റേറ്റാണ്, സോഷ്യൽ ഈക്വാലിറ്റി, ഇതിനെയൊക്കെയാണ് നമ്മൾ പൊതുവെ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തൊഴിലില്ലായ്മ ഭയങ്കരമായിട്ടുണ്ട്. ജോലിയില്ലാത്തത് കൊണ്ട് ഇവിടുന്ന് ആളുകൾ നാട് വിട്ടിട്ട് മറ്റു അന്യരാജ്യങ്ങളിൽ തേടി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡഡ് ആവുന്നത് റെമിറ്റൻസിനാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അയക്കുന്ന പണം കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഘർഷം തന്നെയാണ്. അല്ല, അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയോ അത് പഠിക്കുകയോ അതിനനുസരിച്ച് സമൂഹത്തെ ക്രമപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതവർ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തകരാറായിട്ട് വരുന്നത്. കേരള മാതൃക എന്ന് പറയുന്നത് മോശമായൊരു മാതൃകയല്ല. ആ മാതൃക പല കാര്യങ്ങളിലും നമുക്ക് മാത്രമല്ല ലോകത്തെല്ലാവർക്കും തന്നെ സ്വീകരിക്കാൻ പറ്റുന്നത്. ഒന്ന്, ശിശു മരണ നിരക്കെന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ആരോഗ്യ സൂചിക സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് മെച്ചപ്പെട്ടതാണ്. അത് ലോകത്തെ വളരെ വളർന്ന് വികസിതമായിട്ടുള്ള രാജ്യങ്ങൾക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ മറ്റ് ഘടകങ്ങളിലേക്ക് കടക്കാതെ അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആ സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണമെങ്കിൽ അതിനപ്പുറത്ത് അതിൻ്റെ മറുവശമായിട്ട് എതിർ പ്രശ്നങ്ങളായിട്ട് ഉയർന്നു വരുന്ന കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. ഗൾഫിൽ നിന്ന് വരുന്നതായിട്ടുള്ള പണം കൊണ്ട് മാത്രമാണ് നമ്മളുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തകരാതെ നിൽക്കുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഗൾഫിലേക്കുള്ള പ്രവാസത്തേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ആസ്ട്രേലിയയിലേക്കും ഒക്കെ പ്രവാസം വളർന്നു വരുന്ന ഒരു സമയം. അവിടേക്ക് പോകുന്ന ആളുകൾ പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് പണം അയക്കുന്നില്ല. അതുകൊണ്ട് ആ പ്രവാസം എന്ന് പറയുന്നത് നമുക്ക് ഗുണകരമല്ല. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പോകുന്ന വ്യക്തികൾക്ക് മെച്ചമുണ്ടാകാം എന്ന് മാത്രമേ ഉള്ളൂ. ഗൾഫിൽ അങ്ങനെയല്ല. ഗൾഫിൽ അവർക്ക് അവിടെ സ്ഥിരതാമസ സാധ്യതയില്ലാത്തതിൻ്റെ ഫലം അവർ തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർ സ്വാംശീകരിക്കുന്ന പണം അവർ കേരളത്തിൽ തന്നെ മുടക്കാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറിച്ചുള്ള പ്രവാസത്തെക്കുറിച്ച് നമ്മൾ കരുതലോടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വിദ്യാർത്ഥി സമൂഹം നമ്മളുടെ പോകുന്നത് എല്ലാ മേഖലകളിലും സംഘർഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോവുകയും അവർ ജോലി ചെയ്ത് അവിടെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മുടെ സമൂഹം വൃദ്ധസമൂഹമായിട്ട് മാറും. അല്ലെ, ഒരു വശത്ത് നല്ലതാണ്, മറ്റൊരു വശത്ത് ചീത്തയാണ്. അതാണ് അതിൻ്റെ സംഘർഷം എന്ന് പറയും. പക്ഷേ ആ സംഘർഷത്തെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. അതുണ്ടാവുന്നില്ല. പക്ഷെ നമ്മളിൽ തന്നെ ഒരു പാർട്ടിയിൽ തന്നെ അതിൽ തന്നെ സംഘർഷം രൂപപ്പെടുകയാണെങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമല്ലോ. ഇപ്പം ദേശാഭിമാനി
കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം പദ്ധതിയെ വിമർശിച്ചുകൊണ്ട് എഴുതി കടൽ കൊള്ള എന്ന്. പിന്നീട് അവർ ആ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പം എന്തിനെയാണോ എതിർത്തത്, ഈ കരാറിലെ പല കാര്യങ്ങളെയും ഇവർ എതിർത്തിട്ടുണ്ടായി, ഇതൊക്കെ മാറ്റണമെന്ന്. പക്ഷെ ഇവർ ഭരണത്തിൽ വന്നപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ അതേ കരാറ് തന്നെയാണ് നിലവിൽ ഇപ്പോഴും പ്രാബല്യത്തിലുള്ളത്. ഇതൊരു വലിയ സംഘർഷമാണ്. ഒന്ന് പറയുകയും ചെയ്യുന്നത് വേറൊന്നും ആകുന്നത് അത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംഘർഷത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവാതെ മാറി നിൽക്കുമ്പോഴാണ്. അതായത് ഇവർ ഭരിക്കുന്ന സമയത്ത് ശരിയും മറ്റവർ ഭരിക്കുന്ന സമയത്ത് തെറ്റും എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ്. എല്ലാവരും ഭരിക്കുമ്പോൾ ഇത് തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും ഭരിക്കുമ്പോൾ അത് ശരിയാണെങ്കിൽ, അപ്പോൾ ശരിയും തെറ്റും എങ്ങനെ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ശരിയും തെറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള മാനദണ്ഡങ്ങൾ മാറിപ്പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന ദുരന്തമാണ്. അത് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൻ്റെ ഒരു പ്രശ്നമല്ല, അത് തട്ടിപ്പാണ്. ശരിക്കും പറഞ്ഞില്ല, അടിസ്ഥാനപരമായി ചതിയാണ്. ഇപ്പം ഈ ഡയലക്റ്റിക്സ് ഇപ്പം ഹെഗലാണ് അത് ഡെവലപ്പ് ചെയ്തത്. അതിൽ തന്നെ പറയുന്ന ഒരു ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ ചലന സിദ്ധാന്തമാണ്. മാറ്റം മാറിക്കൊണ്ടേയിരിക്കണം, മാറ്റം അനിവാര്യമാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാർക്സിസവും കാലത്തിനനുസരിച്ചിട്ട് മാറേണ്ടതുണ്ടോ? മാറണം. മാർക്സിസം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാർക്സ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് മാറിക്കൊണ്ടിരിക്കണം. കാരണം അതിന് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആ മാറ്റത്തിൻ്റെ ഒരു മുഖമാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ നേടുന്നുണ്ട്. അദ്ദേഹം പലതിനും വെള്ളം ചേർക്കുന്നു എന്ന് പറയും. അല്ല, ഈ മാറ്റത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പല ഘട്ടത്തിലും കണ്ടിട്ടുള്ളത് മാറ്റമായിട്ടല്ല. പാരം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള സിദ്ധാന്തത്തിൽ വെള്ളം ചേർക്കലായിട്ടാണ് അതിനെ അവസരവാദപരമായ സമീപനം എന്നാണ് അതിന് വിശേഷിപ്പിച്ചുള്ളത്. അതൊക്കെ ശരിയായ കാഴ്ചപ്പാടേ അല്ല. മാറ്റം വേണം. എങ്ങനെ മാറ്റം വേണം, എത്രത്തോളം മാറ്റം വരാം, ആ മാറ്റം ഏതെല്ലാം കാര്യങ്ങൾ വരാം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടാക്കണം. അതിന് പകരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അവസരവാദപരമായ സമീപനം എന്ന് പറയുന്നത്. അവസരങ്ങൾക്കനുസരിച്ചിട്ട് സമീപനം സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ഓപ്പർച്യൂണിസത്തിൻ്റെ മറ്റൊരു വാക്കാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ എന്താണ്, റഷ്യൻ വിപ്ലവം നടക്കുന്നു 1917. അന്ന് ലോകത്ത് നിലനിന്നിരുന്ന ഭൗതിക സാഹചര്യങ്ങളല്ല 2026 നമ്മളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ ഭൗതിക സാഹചര്യം ഭയങ്കരമായിട്ട് മാറിപ്പോയി. അപ്പോൾ ഈ മാറിപ്പോയ ഭൗതിക സാഹചര്യത്തെ അഭിസംബോധന ചെയ്യലാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോലി. അതിനുള്ള ശേഷി അവർക്കില്ല എന്നുള്ളതാണ്. വെറുതെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാറണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ പവർ ഉണ്ടാവണം. ആ പൊട്ടൻഷ്യൽ പവർ ഇന്നത്തെ നമ്മളുടെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ടോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് സർഗാത്മകമാകാൻ പറ്റിയെങ്കിൽ മാത്രമാണ് അവർക്ക് ഇതെല്ലാം നേരിടാനായിട്ട് കഴിയുള്ളൂ. സർഗാത്മകതയില്ല ശരിക്കും പറയും. പല നേതാക്കളും കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് പാവം, ഒരു വിവരമില്ലല്ലോ ഇനി എന്ന് പറയേണ്ട ഗതികേട് വരും. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഇരുന്ന് ഇപ്പോൾ മാർക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ അസാധാരണമായിട്ടുള്ള ബുദ്ധിജീവിയായിരുന്നു ശരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ആ ബുദ്ധിയെ ഉൾക്കൊള്ളാൻ കഴിയുള്ളെങ്കിലും ആവണ്ടേ. അല്ലെങ്കിൽ ഭയങ്കരമായ അബദ്ധങ്ങളുടെ പ്രസ്താവനകളായിട്ട് അവരുടെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളൊക്കെ മാറിത്തരും. ഗോവിന്ദ മാസ്റ്ററുടെയൊക്കെ ഒരു പ്രശ്നം അതാണ്. അദ്ദേഹത്തിനൊന്നും അത് ഉൾക്കൊണ്ട് അതിനെ കാലത്തിനനുസരിച്ച് പുതുക്കാനായിട്ട് കഴിയുന്നില്ല. കാലത്തിനനുസരിച്ചിട്ട് പുതുക്കാൻ പറ്റിയ ഒരാളായിരുന്നോ? ഇപ്പം മെയ് 4-ാം തീയതി ഭരണം കാലത്തിനനുസരിച്ച് പുതുക്കാൻ പറ്റിയിരുന്ന ഒരാളായിരുന്നോ മുഖ്യമന്ത്രി പിണറായി വിജയൻ? പിണറായി വിജയൻ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തെ കാലത്തിനനുസരിച്ച് പുതുക്കുന്നതിൽ വളരെയധികം പോരായ്മകളുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം സൈദ്ധാന്തികനല്ല, പക്ഷേ അദ്ദേഹം ഒരു ഗവേണൻസിൻ്റെ ഭാഗമാണ്, ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് തൻ്റെ ചുറ്റുപാടുള്ള ഭൗതിക സമ്പത്തിനെ, ഭൗതിക ചുറ്റുപാടിനെ മാറ്റേണ്ടത്. അത് മാർക്സിസത്തിന് അനുസൃതമാണോ അല്ലെന്നുള്ള അദ്ദേഹം നോക്കിയിട്ടില്ല. ഇത് മാറട്ടെ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് ചെയ്തത്. അത് മാറി. അതുകൊണ്ട് ഈ ബംഗാളിലെ പോലെയുള്ള പഴി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേൾക്കേണ്ടതില്ല. കാരണം കേരളത്തിൽ കേൾക്കേണ്ടതില്ല. കാരണം അവർ കാലത്തിനനുസരിച്ച് വളരെയധികം എന്ത് ചെയ്തിരിക്കുന്നു, ചലിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ തെരുവുകൾ നോക്കിയാൽ എറണാകുളം,
തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, എല്ലാ പട്ടണങ്ങളും നോക്കി കഴിഞ്ഞാൽ അതൊക്കെ പുതിയ കാലത്തിൻ്റെ മുഖമുള്ള പട്ടണങ്ങളാണ്. ബംഗാൾ നമ്മളിപ്പോൾ നോക്കിയാൽ പുതിയ കാലത്തിൻ്റെ മുഖമുള്ള തെരുവുകളെ കാണാൻ പറ്റില്ല. ആ വ്യത്യാസം ഭൗതിക രംഗത്ത് കേരളവും ബംഗാളും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ബംഗാളിൽ ഇടിഞ്ഞു വിളിഞ്ഞു പോയതുപോലെയൊന്നും കേരളത്തിൽ CPM ഇടിഞ്ഞു വിളിഞ്ഞു പോകാൻ പോകുന്നില്ല.